to my YouTube channel. It's me Ammar Zain here. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പാർക്കിലേക്ക് പോവുകയാണ്. സാധാരണ ഞങ്ങൾ ഉപ്പച്ചിൻ്റെ കൂടെ വണ്ടിയിലാണ് പോകാറുള്ളത്. പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നടന്നു പോവാം. ഉപ്പച്ചി ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ പാർക്കിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ സിറ്റി വൈബൊക്കെ ആസ്വദിച്ച് നടന്നു പോകാൻ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വേറെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഞാൻ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യും. അതേത് വണ്ടിയാണ്, അതിൻ്റെ മോഡല്, നെയിമ്, അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് അത് പറഞ്ഞ പോലാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഈ സിറ്റി കാണാൻ നൈറ്റിലല്ലേ ഏറ്റവും കൂടുതൽ രസം. ആ ട്രാഫിക്സും ലൈറ്റ്സും ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളുടെ തിരക്കും മൊത്തത്തിലൊരു വൈബാണ് കേട്ടോ. നടന്നു പോകുമ്പോൾ ഞാനൊരു റെഡ് മസ്താങ് കണ്ടു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, പോയി ഒരു ഫോട്ടോ എടുത്തിട്ടോ. ആരുതാണോ എന്തോ അതെ കാറെന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. എനി കാർ ലവേഴ്സ് ഹിയർ പ്ലീസ് കമന്റ് ബിലോ. പിന്നെ ഞാൻ ഡെയിലി സ്കൂളിലേക്ക് പോകുമ്പോഴേ ഒരു വെറൈറ്റി കാർ ഷോറൂംസ് കാണാറുണ്ട് കേട്ടോ. അവിടുത്തെ വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അനിയനും എനിക്കൊക്കെ നല്ല ഹാപ്പിയാണ്. പാർക്കിലേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എസ്പെഷ്യലി റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ. ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാനും ഉമ്മച്ചും മാമനൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഫ്ലൈ ഓവറിലൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. പിന്നെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഈ സിറ്റി വൈബ് മൊത്തം നമുക്ക് ഈ ഫ്ലൈ ഓവറിന് കാണാൻ പറ്റൂട്ടോ. എല്ലാവർക്കും എന്ത് തിരക്കാണല്ലേ? ഞാനിങ്ങനെ വിചാരിക്കും, എവിടേക്കായിരിക്കും ഇവരെല്ലാവരും ഇത്ര തിരക്കിട്ട് ഇങ്ങനെ ഓടുന്നേ? എല്ലാവർക്കും തിരക്ക് തന്നെയാണ്, നമുക്കും അതെ. നോക്കൂ ഗൈസ്, സിറ്റിയുടെ നൈറ്റ് വൈബ് മൊത്തം നിങ്ങൾ കാണുന്നില്ലേ? ഇതൊരു ബ്യൂട്ടിഫുൾ സീനാണ് കേട്ടോ. ഈ ഫ്ലൈ ഓവറിന് എത്ര അന്വേഷിച്ച് കണ്ട് ഇറങ്ങാനും കൂട്ടാക്കില്ല കേട്ടോ. അതിന്റെ പ്രധാന കാരണം വണ്ടികൾ തന്നെയാണ്. വണ്ടികൾ ഇങ്ങനെ കണ്ടു നിൽക്കാനാണ് അവൻ്റെ ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഞങ്ങൾ ബാക്കിൽ ഓടി വരാം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈ ഓവറിന്നൊക്കെ ഇറങ്ങി വീണ്ടും നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ ടോയ് ഷോപ്പിന്റെ മുമ്പ് കൂടിയാണ് കേട്ടോ പാസ് ചെയ്യുന്നത്. അപ്പൊ അമ്യൂസ് അത് കണ്ട അപ്പോഴേക്കും അങ്ങോട്ട് ഓടി. പിന്നെ അവിടെയാണ് പാർക്കിൽ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് പിന്നെ അവിടെ വന്ന് കിട്ടിയത് കേട്ടോ. വലിയ സീനില്ലാതെ ഞങ്ങൾ പാർക്കിലെത്തി. പാർക്കിന്റെ മൊത്തം വ്യൂ. ഇത് വലിയൊരു പാർക്കാണ്. ഇതിന്റെ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കില്. ക്ലൈമറ്റ് ചൂടാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. അന്വേഷണ കടലിന് എവിടുന്നോ ഒരു സുപ്ര കിട്ടി. അപ്പൊ ഇതിന്റെ സുപ്രക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലേന്. ആ സന്തോഷത്തിൽ ഓന് റൈഡ്സിലൊക്കെ കയറാൻ തുടങ്ങി കേട്ടോ. സാധാരണ ഒരു മണലിലാണ് കളിക്കാറുള്ളത്, പക്ഷെ ഇന്ന് റൈഡ്സ് കയറി. അങ്ങനെ സ്ലൈഡ് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ട് ഒരു പെൺകുട്ടി. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇവനെ പോയി പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികളെ ലബൂബുന്റെ കുറാമിന്റെ ഒക്കെ ബലൂൺ വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാന്? അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് അമ്യൂസ് സുപ്രക്കാറായിട്ട് കളിക്കണത്. അങ്ങനെ ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം പോപ്കോണും വാങ്ങിട്ടോ. ഇവിടെ എൻ്റെ അനിയത്തി പോപ്കോണും തിന്നുകാണ്ടാണ് കേട്ടോ ഊഞ്ഞാലാടുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരാള് പൊളിഞ്ഞാടുമെന്ന് തോന്നുന്നുണ്ട്, എന്നാലും അവനെ കൊണ്ട് പറ്റണ പോലെയൊക്കെ അവനെ റൈഡ്സിൽ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ചങ്ക് മാമൻ്റെ കൂടെ കുറച്ചു നേരം ഫുട്ബോൾ കളിച്ചിട്ടോ. ഐ മീൻ ഉമ്മച്ചീസ് ബ്രോ. അങ്ങനെ അപ്പോഴത്തേന് ഉപ്പച്ചിൻ്റെ കോൾ വന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പോവാണ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സൈനിങ് ഓഫ് അമർ.